هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുത്തഖിയും മുഹ്സിനും മുഹബ്ബിത്തുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്നു നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ ചെറിയ ഒരു വചനമാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നമ്മളിലേക്ക് വളരെ വേഗത്തിൽ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ റമളാനിനെ ഇൻഷാ അല്ലാഹ് ഖുർആനുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഗൗരവതരമായി ആലോചന തുടങ്ങിയിടുന്ന സമയമാണിത്. റമളാൻ എന്നത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന്, എങ്ങനെ നമ്മൾ നന്ദി കാണിക്കണമെന്ന് റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ആ ഒരുക്കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖുർആൻ എന്ന് പറയുന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ
എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായും അള്ളാഹുവോട് ചോദിക്കുന്ന ഒരാവശ്യമുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ ഹിദായത്ത് കൊണ്ടായെന്ന്, മുസ്തഖീമായ സിറാത്തില് ഞങ്ങളെ നീ നിലനിർത്തി തരണമേ എന്ന്. ഈ ഹിദായത്ത് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 1-ാമത്തെ വചനം തുടങ്ങുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഈ ചോദിക്കുന്ന ഹിദായത്ത് അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ആദ്യം തരുമെന്ന് അള്ളാഹ് വഅദ ചെയ്തിട്ടുണ്ട്. ഫമൻ തബിഅ ഹുദായ, നിങ്ങൾ പൊയ്ക്കോളൂ ഭൂമിയിലേക്ക്, അവിടെ നിങ്ങൾക്ക് എന്റെ ഹുദ വരും, ആ ഹുദയെ നിങ്ങൾ പിന്തുടരണം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഹിദായത്ത് എവിടെന്നാ കിട്ടുള്ളൂ? ഈ ഖുർആനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഫഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നമുക്ക് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചില സൂചനകൾ മാത്രം തന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമസ്കരിച്ച് പിരിയേണ്ടി വരും. എന്നാലും ഈ പറയുന്നത് ഇത് ബയാൻ ചെയ്യാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതങ്ങനെ കൂറിയിടണം. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വായിച്ചു തന്നാൽ എല്ലാം കേൾക്കുന്നത് പോലെ അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിനെ ശ്രദ്ധയോടെ കേൾക്കണം, നിങ്ങൾ അതിനെ കാതോർത്തിരിക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദരാവണം. എന്നുവെച്ചാൽ നമ്മുടെ ബാക്കി എല്ലാ ജോലികളും നിർത്തിയിട്ട് നമ്മുടെ കണ്ണും കാതും കൽബും ഒരേ സമയം നമ്മൾ നൽകേണ്ടത് ഏതിനാണ്? ഖുർആനിനാണ്. എന്നിട്ട് പടച്ചോൻ പറഞ്ഞെന്തറിയാം? ലഅല്ലകും തുർഹമൂൻ. പടച്ചോന്റെ കാരുണ്യമല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ കാരുണ്യം കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിന് ലോകം നൽകിയ പേര് ഡാർക്ക് ഏജ് എന്നാണല്ലോ, അല്ലേ? അജ്ഞത മുറ്റിയ ലോകമെന്നാണ്, കാലമെന്നാണ്, ജാഹിലിയ്യത്തിന്റെ കാലമെന്നാണ്. അവിടേക്ക് വെളിച്ചമായാണ് ഖുർആൻ വന്നത്. അള്ളാന്റെ നൂറെന്നാണ് അള്ളാഹു അതിനെ പറഞ്ഞത്. നിങ്ങള് ശാന്തായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഖുർആൻ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ആ ഖൗമിന്റെ അവസ്ഥ എന്തായിരുന്നു? ആ ലോകത്തിന്റെ അത്ര നശിച്ചിട്ടില്ല ലോകം വേറെ ഉണ്ടാവൂലല്ലോ. നമ്മുടെ ജീവിതത്തിന്, മനുഷ്യന്റെ ജീവിതത്തിന് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു നിയന്ത്രണവുമില്ലാതെ തോന്നിയതെല്ലാം പ്രവർത്തിച്ച് ആക്രമിച്ചും കൊന്നും കൊള്ളയടിച്ചും വ്യഭിചരിച്ചും മദ്യപിച്ചും സർവ്വതിന്മകളും സാധാരണമായി ജീവിക്കുന്ന ഒരു ലോകത്താണ് ഒന്നിനും നിയന്ത്രണമല്ല, ആരും നിയന്ത്രിക്കാനുമില്ല. ഒന്നിനും നിയന്ത്രണമില്ല എന്ന് മാത്രമല്ല, ആരും നിയന്ത്രിക്കാനുമില്ല. അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്ന കാലത്ത് ഖുർആൻ പറഞ്ഞതറിയാം, നിൽക്കവിടെ എന്നാണ്. അല്ലാഹു പറഞ്ഞത്, നിൽക്കവിടെ, നിർത്തവിടെ. ഈ ജീവിതം നീ നേടിയതല്ല, നിനക്കൊരാൾ തന്നതാണ്. ജീവിതം തന്നവൻ തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ആ വാക്ക് കേൾക്ക്. ആണ് ഫസ്തമിഉ ലഹു വഅൻസിതു. നിൽക്കവിടെ, ഇങ്ങനെ പോവല്ലേ? ഇങ്ങനെ പോയാൽ ജീവിക്കാൻ കഴിയൂല, ഇത് നശിക്കുകയുള്ളൂ. അവിടെ നിൽക്കണം, ഈ വാക്ക് കേൾക്കണം. ഇങ്ങനെ ജീവിക്കാവൂ, ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ വരരുത് എന്ന് ആരെങ്കിലും അല്ല നിന്നോട് പറയുന്നത്. നിനക്ക് ജീവിതം തന്ന റബ്ബ് പറയുകയാണ്. അതുകൊണ്ട് അത് കേൾക്ക്, അത് പഠിക്ക്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറഞ്ഞത് എന്തിനെന്നറിയാമോ? പരക്കം പായുന്നൊരു സമൂഹത്തെ കെട്ടിയിട്ട പോലെ നിർത്തിയിട്ട് ഇത് കേട്ടിട്ട് പോ എന്ന് പറഞ്ഞ് ആ കേട്ട ജനതയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ജിന്നിനും മനുഷ്യർക്കാണല്ലോ വേദമിറങ്ങി എന്ന് പറഞ്ഞത്. ആ ജിന്നുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയണറിയാം? ഇന്നത്തെ ഈ സാഹചര്യത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്, വേറെ ഒരു ശബ്ദം കേൾക്കാനില്ല. അപ്പോ നമ്മൾ ഇന്ന് പറയുന്നൊരു വാക്കും ഫസ്തമിഉ ലഹു എന്നാണ്. നിങ്ങൾ ഇത് മാത്രമേ ശ്രദ്ധിക്കാവൂ എന്നുള്ളതാണ്.
അപ്പൊ അതിന് പറ്റുന്നൊരു അവസ്ഥയാണ് വളരെ ചുരുങ്ങിയ സമയത്തിൽ അള്ളാഹു നമുക്ക് തരുന്നത്. എനിക്കറിയാം, ചൂട് നമുക്ക് കുറച്ചും കൂടി നമ്മൾ വന്ന് കൂടുമ്പോ നന്നായിട്ട് നമ്മുടെ ബോഡി ഹീറ്റ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ വേണം. സൂചിപ്പിച്ചത് ഇതാണ്. ജിന്നുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്തറിയാം? അവര് ഖുർആൻ കേട്ടപ്പോൾ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഒരു കുറച്ചു നേരത്തെ ആയത്തുകൾ കേട്ടപ്പോ അവര് പറഞ്ഞു, ഞങ്ങളിപ്പം കേട്ടത് അത്ഭുതകരമായ ഒരു ഖുർആനാണ്. എന്നിട്ട് അടുത്ത സെക്കൻഡിൽ അവരുടെ പ്രസ്താവന എന്താണ്? യഹ്ദീ ഇല റുശ്ദി, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത്. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സംശയമല്ല, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നാണ്. ഇതാര് കേട്ടാലും ശരിയായ മാർഗത്തിലാവും, അവനൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞത് എന്താ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർത്ഥം പറയണ്ടല്ലോ. ആ ബയാൻ എന്താണെന്നറിയോ? റഹ്മാനായ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാം പഠിപ്പിച്ചു തന്ന് നമുക്ക് ബയാൻ ഒരുക്കി തരികയാണ്. ആ ബയാനാണ് നമ്മുടെ ജീവിത രീതി. മനുഷ്യനെയും അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അള്ളയും റസൂലും നമ്മളെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ, ഞാൻ ഓതിവെച്ച ആയത്തതാണ്, ഇദാ ദആകും, അള്ളയും റസൂലും നിങ്ങളെ വിളിച്ചാൽ ഇസ്തജീബു ലില്ലാഹി വലിറസൂലി. എന്തിനാണ് ആ വിളി? ബിമാ യുഹയ്യിക്കും, നമുക്ക് സജീവത കിട്ടാനാണ്, നമുക്ക് സുജീവിതം തരാനാണ്. അള്ളാഹുവിന്റെ കലാമ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, പഠിച്ച നമുക്ക് എന്ത് തരാന്നാ പറഞ്ഞറിയോ? നല്ല ജീവിതം. എവിടെ? ആഖിറത്തിലല്ല. ആഖിറത്തിലുള്ളത് സൂറത്ത് നഹലിലെ 97-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ദുനിയാവിൽ നല്ല ജീവിതം. വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഇതിനേക്കാൾ മനോഹരമായത് പരലോകത്ത് തരും. ദുനിയാവിൽ അള്ളാന്റെ കലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ഒരു മാനസിക സ്വാസ്ഥ്യമുണ്ട്, മാനസിക സ്വസ്ഥത. അമൂല്യമായ നിധി എന്ന് പറയുന്നത് ഏതാണ്? സ്വസ്ഥതയാണ്. നമ്മൾ ഇന്ന് നാടൊന്ന് പരിശോധിച്ച് നോക്കിയേ, എത്ര വലിയ കോടികളുടെ ആസ്തിയുള്ള ആളുകളാണ് ഒരു നേരം സമാധാനം കിട്ടാതെ നരയൊഴിച്ച് മരിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ പല ലഹരി വസ്തുക്കൾക്കും അടിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതെന്താ? സമാധാനം. അല്ലാഹു പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് ഞാൻ സുജീവിതം തരുമെന്നാണ്. അത് അല്ലാഹു തന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവനേക്കാളും ദൈവങ്ങളെ സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? മക്കത്തുണ്ടായിരുന്നത്. അള്ളാഹുവിനല്ല, പരദൈവങ്ങളെ സ്നേഹിച്ചവർ. അവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പോകേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട് എന്ന് തോന്നുമെങ്കിൽ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യം എന്ത് ചെയ്തെന്നറിയാം? ഇതൊക്കെ തല്ലി ഓടിച്ചത്. ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നവർ ശ്രദ്ധിച്ചു പറഞ്ഞിരുന്ന മദ്യം അവരുപേക്ഷിച്ചു. ജീവിതത്തിന്റെ നട്ടെല്ലായി അവർ കണ്ടിരുന്ന അവരുടെ സമ്പത്ത്, ആ സമ്പത്തിലെ ഹറാമുകൾ വരുന്നതിനെ അവർ സൂക്ഷിച്ചു. പലിശ അവർ ഒഴിവാക്കിക്കളഞ്ഞു. എത്ര ഇന്നത്തത് പോലൊന്നല്ല. നമ്മൾ ആ രംഗം നിങ്ങളെ മനസ്സിലേക്ക് എടുത്തു നോക്കി, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സമയമില്ല. അനാശാസ്യത അവരൊഴിവാക്കി. അവരിൽ മാന്യതയും മര്യാദയും അദബും എവിടെന്നോ കടന്നു വന്നു. അവർ അറിവ് മാത്രമല്ല, അവരൊരുപാട് തിരിച്ചറിവുകൾ നേടി. അമ്മയാരാണ്, ഉപ്പയാരാണ്, ഇന്നവരാരാണ്, ഹലാലേതാണ്, ഹറാമേതാണ്, എല്ലാം അവർ തിരിച്ചു മനസ്സിലാക്കി. ആര് പറഞ്ഞവർ വിഗ്രഹങ്ങൾ ഒഴിവാക്കിയത്? ആര് പറഞ്ഞാണ് അവർ ഈ മാലിന്യങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞതെന്നറിയാമോ? തൻസീലും മിനർ റഹ്മാനിർ റഹീം. തൻസീൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നല്ല, ഇറക്കി എന്ന്. ആര്? സർവലോകനാഥൻ മുകളിൽ നിന്ന് നിങ്ങളുടെ കൽബിലേക്ക് ഇറക്കി തന്നതാണ്. അവരറിയാതെ തന്നെ അവരിലേക്ക് മാറ്റം വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ വിശുദ്ധ ഖുർആൻ ആ ഒരൊറ്റ വാക്കൊരു മെസ്സേജ് മാത്രം തരികയാണ്. ഖുർആനിനെ നമ്മളിങ്ങനെ ചേർത്തി വെച്ച് റഹ്മാനായ റബ്ബ് ഇറക്കി തന്നതിനെ ഗൗരവത്തിൽ പാരായണം ചെയ്യാന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മളോട് പറയണത് ഖുർആൻ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. ശരിയായ വായന നടത്തുന്ന ആളുകൾ, ഹക്കായ തിലാവത്ത് നടത്തുന്ന ആളുകളാണ് അതിൽ വിശ്വസിക്കുന്നവര്. അതിനാരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ ഹുമുൽ ഖാസിറൂന, അവർ നിഷ്ഠകാരികളാണ്. നിസ്സാരമായി കാണേണ്ടതല്ല ഇത്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നമ്മളിൽ ഒരു 90% ആളുകളും, ഈ ഇരിക്കുന്ന കൂട്ടത്തിലിട്ട് 90% ആളുകളും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ലാതെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അൽഹംദുലില്ലാ. അത്യാവശ്യം നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. ചില ആളുകളൊക്കെ നമ്മൾ അറിയുമ്പോ നമ്മൾ തന്നെ അങ്ങോട്ട് മനസ്സിൽ വല്ലാതെ സന്തോഷിച്ചു പോകും. ലോകത്താരും അറിയാതെ നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത്ര മോശമൊന്നുമല്ല. പക്ഷേ നമ്മള് ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് നമ്മുടെ ഈമാൻ ഒരു ബാലൻസ്ഡ് ഈമാനാണ്. ഇവിടെ നമ്മൾ സ്വയം ഒന്നിങ്ങനെ ചോദിച്ചു നോക്കുക. നമ്മൾ പിറകിൽ പോയിട്ടുണ്ടാവുക ഏത് നന്മയിലായിരിക്കും? സമ്പന്നന്മാര് ദരിദ്രനായാൽ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ അവൻ കഠിനാധ്വാനം ചെയ്യും, അല്ലെ? ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു നഷ്ടം വന്നാല് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യും. നമ്മൾ അങ്ങനെയാണ്. ഇപ്പോ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. നന്നായി കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ഇങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്, അല്ലെ? നഷ്ടങ്ങൾ ഉണ്ടാവുന്നാലും എന്തെങ്കിലും ഒരു രോഗം ബാധിച്ച് ശരീരം ശോഷിച്ചു പോയി നോക്കുക, മെലിഞ്ഞാല് വളരെ വേഗത്തിൽ അതിനെ പഴയ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന മരുന്നാണ്, ഇന്നതാണ് ഒക്കെ ചെയ്യും. നമ്മളത് അതുപോലെ ചെയ്യും. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ ഈമാൻ കുറഞ്ഞു തിരിച്ചു പിടിക്കാനുള്ള വഴി എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കും. നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് ഈമാൻ എപ്പോഴും കിട്ടാറില്ല. അൽ ഈമാൻ യസീദു വയൻഖുസ്, അത് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. എങ്കിൽ കുറഞ്ഞു പോകുന്ന ഈമാനിനെ തിരിച്ചു പിടിക്കാൻ എന്താണ് വഴി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി അങ്ങനെ എഴുതി വെക്കുക. അള്ളാഹുവിന്റെ കലാമിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ വേറെ ഒരു വഴിയും ലോകത്തില്ല. അള്ളാഹിനെ മനസ്സിലാക്കണം, ഖുർആനിലേക്ക് പോകണം. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇഖ്റഉൽ ഖുർആൻ വതഅറഫൂന ബിഹി. നിങ്ങൾ ഖുർആൻ വായിക്കുക, ഖുർആനിലൂടെ അറിയപ്പെടാൻ ശ്രമിക്കുക. നമ്മളേതിലൂടെ അറിയേണ്ടത് ഇന്നതിലൂടെ അല്ല, ഖുർആനിലൂടെ അറിയപ്പെടാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ ഞാൻ സാധാരണ പറയാറുണ്ട്, നമുക്ക് മദ്രസയിൽ എല്ലാവരും ഒരു പകുതി ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു 15-ാമത്തെ വയസ്സിൽ ഒരു 13-ാമത്തെ വയസ്സിൽ മദ്രസ നിർത്തിയിട്ട് അന്ന് നമ്മൾ 8ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 8ഉം കഴിഞ്ഞു, 10ഉം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PGയും കഴിഞ്ഞു. നമ്മളങ്ങനെ നമ്മുടെ പഠനവും നമ്മുടെ മേഖലകളെല്ലാം വികാസം വന്നു. ഒരു പക്ഷേ വികാസം വരാത്തതായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മദ്രസയിൽ നിന്ന് പഠിച്ച ആ ഒരു യാസീനും ആ ഒരു അൽവാഖയും അൽകൗഫും മാത്രാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതെന്നെ തട്ടിമുട്ടി ഇങ്ങനെ ഓതും. ബാക്കി എല്ലാ രംഗത്തും വളർന്നു. ഇവിടെ മാത്രം നമ്മൾ തളർന്നു എങ്കിൽ അള്ളാഹിനോടുള്ള ബാധ്യത, സ്വന്തം മനസ്സിനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? നിങ്ങളോടുള്ള മാത്രമുള്ള ചോദ്യമല്ല, ഒറ്റായി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. സൂറത്തുൽ ഹദീദിലൊരു ചോദ്യമുണ്ട്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് മനസ്സിന് വിനയം വന്നുകൊണ്ട് കീഴ്പ്പെടാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്. നിങ്ങൾ ആ സൂറത്തുൽ ഹദീദിലെ ആയത്തൊന്ന് വായിക്കണം കേട്ടോ. ആരെപ്പോലെ ആവാതിരിക്കാൻ, വേദക്കാരെപ്പോലെ ആവാതിരിക്കാനും ശ്രദ്ധിക്കാൻ സമയമായില്ലേ എന്നാണ് ചോദ്യം. ഈ ഒരൊറ്റ ആയത്ത് കേട്ടിട്ട് മാറ്റം വന്ന ലോകത്തൊരു മഹാനുണ്ട്. അറേബ്യയിലെ കാട്ടുകള്ളൻ എന്നറിയപ്പെടുന്ന നിങ്ങൾക്ക് ചരിത്രം അറിയാം. ഫുളൈൽ ഇബ്നു അയാദ് എന്നാണ് അയാളുടെ പേര്. പല യാത്രാ സംഘങ്ങളും, അറേബ്യയിലെ പല യാത്രാ സംഘങ്ങളും
പുലയിലുള്ള വഴികളിൽ എന്ത് ചെയ്യുന്നറിയാം, രാത്രിയിൽ സഞ്ചരിക്കൂല. പുലയിലൊരു സ്വഭാവമുണ്ട്, ഒന്നുകിൽ ഒരു ദിവസം കളവ് നടത്തണം, മോഷിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിക്കണം. ഈ രണ്ട് പണി ചെയ്യാതെ ഈ മനുഷ്യന് ഉറങ്ങൂല. അയാളെ പേരെന്നെ കാട്ടുകളെന്ന. അങ്ങനെ ഒരു ദിവസം അയാള് ഒരു വീട്ടില് കളവിന് കയറി. എല്ലാ പരിപാടികളും കഴിഞ്ഞുള്ളത് എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അലം യഗ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഈ ആയത്ത് ഇങ്ങനെ ഒരാള്, ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ഖുർആൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. ഓതിയിട്ട് ഖുർആൻ ഇങ്ങനെ അടച്ചു പിടിക്കണ്ടേ. ഈ പുലയിലിനത് ഖുർആനാണെന്നൊന്നും അറിയില്ല. പുലയിൽ ശാന്തനായി ഇതിങ്ങനെ കേൾക്കാണ്. ഒന്നുകൂടി കേട്ടു. ഇയാൾ തന്നെ ആവർത്തിക്കുന്നത്, ബേജാറ് പ്രകടിപ്പിക്കുന്നുണ്ട്, ഓതുന്നു, അടച്ചു പിടിക്കണു. അപ്പൊ മട്ടുപ്പാവിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ കിട്ടിയ ഈ കുറെ കാശിന്റെ ഒരു ഇത് കയ്യില് അത് നിലത്ത് വെച്ചു. നിലത്ത് വെച്ചിട്ട് വീണ്ടും ഇയാൾ ഈ വായിക്കുന്നത് ഇങ്ങനെ കേൾക്കുക. 2-3 പ്രാവശ്യം ഇത് കേട്ടപ്പോൾ പുലയിൽ പറഞ്ഞ വാക്കെന്തറിയാമോ? ബലായാ അല്ലാഹ്, ബലായാ അല്ലാഹ്. എന്നുവെച്ചാൽ സമയമായില്ലേ എന്നാ ചോദ്യം. അവിടെ വെച്ച് അയാളെടുത്ത് ചെന്ന് അതിങ്ങനെ വാങ്ങിച്ച് അങ്ങനെ വായിക്കാം. എന്നിട്ട് കണ്ണീരൊലിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോ ഒരു ചെറിയ യാത്രാസംഘം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത്, എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഇവിടെ ഈ ഇന്ന മനുഷ്യനുണ്ട്, ഞങ്ങൾ കുറച്ചുകൂടി വെട്ടം വന്നിട്ടേ പോകുന്നുള്ളൂ, അയാൾക്ക് രക്ഷപ്പെടാനാണ്. ഒന്നുകൂടി ആർത്തലച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ പേരിൽ നിങ്ങൾ പുലയിലെന്ന ഒരാളെ ഭയപ്പെടുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് തിരിച്ചു നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മശ്ഹൂറായ താബിഈ പണ്ഡിതനാണ് ആ പേരിന്ന് നമ്മൾ കേൾക്കുമ്പോ റഹിമഹുല്ല പറയും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചാൽ ശരിക്കും നമുക്കിങ്ങനെ രോമം ഇങ്ങനെ എടുത്തു നിൽക്കും. ഒരൊറ്റ ആയത്താ പരിവർത്തിപ്പിച്ചത്. പക്ഷേ നമ്മളെന്നെ തുടങ്ങിയ പല ഖുർആൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ എത്ര നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലോചിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു, ഞാൻ ബയാൻ ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ഇങ്ങനെ കിടക്കുമ്പോ മുഖത്ത് 2 പാടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരഞ്ഞ പാടുകളാണ്, കണ്ണീരൊലിച്ച പാട്. മുത്തനബി പറഞ്ഞത്, ഇന്നെ ഈ ഖുർആൻ നരപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ്. അത്ര ഗാംഭീര്യതയുണ്ട്. ആ ഗാംഭീര്യത്തോടെ നമ്മൾ അതിനെ സമീപിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ആലോചിക്കണേ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഇസ്ലാം ആശ്ലേഷണം കൂടെ മനസ്സിലേക്ക് ഈ സമയത്ത് നിങ്ങൾ ചേർത്തി വെക്കണം. എനിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ ലകാന ഉമർ ബിൻ ഖത്താബ്, അത് ഉമറാണെന്നാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാ, എനിക്ക് ശേഷം നബി ഇല്ല, പക്ഷെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരായിരുന്നു എന്നാണ്. ഉമർ അങ്ങാടിയിലുണ്ടോ? അന്ന് അവിടെ രക്തം പൊടിഞ്ഞിരിക്കും. അതാണ് ഉമർ എന്ന് പറയുന്നത്. ആരെങ്കിലും കുത്തിയിരിക്കും ഉമർ. മാത്രല്ല ഉമറിനൊരു സ്വഭാവമുണ്ട്. മനസ്സിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടോ, അന്ന് പണ്ടത്തെയാണ് ആ ഉമർ. ഗോതമ്പ് മാവ് വെച്ചുകൊണ്ട് ദൈവങ്ങളുടെ ചിഹ്നം ഉണ്ടാക്കും. എന്നിട്ട് പറയും, ഇതാണ് എന്റെ ദൈവം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ അതിനെ തന്നെ ആ ഗോതമ്പ് മാവ് അങ്ങനെ തിന്നും. ഞാൻ ദൈവത്തിനെത്തും. അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യനാണ്, അജാനബാഹു മനുഷ്യനാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ചരിത്രത്തിലുണ്ട്. ഖത്താബിന്റെ കഴുത ഇസ്ലാമിലേക്ക് വന്നാലും ഖത്താബിന്റെ മഅൻ ഉമർ ഇസ്ലാമിലേക്ക് വരൂല. അതാണ് കഥ. ആ ഉമറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കരഞ്ഞു നിന്ന്. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുങ്ങൾ മനസ്സിലേക്ക് എടുത്തു വെക്കണം. നബിയുടെ സദസ്സിലേക്ക് വരിക, തങ്ങളെ വീട്ടിൽ നിന്ന് തല്ലുകൂടിയിട്ട് രക്തമൊക്കെ ആയിട്ടുണ്ട്, മേലെ കുളിച്ചിട്ട് ഖുർആനൊക്കെ ഓതി ത്വാഹയൊക്കെ ഓതി വന്നു. ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ വീടിന്റെ മുറ്റത്തുണ്ട്. നബിയെ, ഉമറാണ് ആ വരുന്നത് എന്ന് പറഞ്ഞു. വന്നോട്ടെ, അവനെ ഒന്ന് നോക്കണം, ആ വാള് ഉറയിലാണോ അതോ വാള് ഊരിപ്പിടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. വാള് ഉറയിലാണ്.
എന്നാ അവൻ ശാന്തനായാണ് വരുന്നത്. നബിയുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാണ്. പ്രിയരെ, ഖുർആനാണ് നമ്മുടെ ഇമാമ്, ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. അള്ളാഹുവിന്റെ കലാമ് നമ്മുടെ നാവിനോട് ചേരാതെ ഒരു ദിവസവും നമ്മൾ കിടന്നുറങ്ങല്ലേ. ഖുർആനിൽ ലോജിക്കിൽ മാത്രം നമ്മൾ സമീപിച്ചാൽ പോരാ. നമ്മുടെ വൈകാരികമായി ഇമോഷണലായി ഖുർആനെ നമ്മൾ ഏറ്റെടുക്കുക. അപ്പോഴാണ് അത് നെഞ്ചിൽ തട്ടുക, കൽബിലേക്ക് ഇറങ്ങുക, നമ്മുടെ കണ്ണിൽ നനവ് പടർത്തുക. ഖുർആനിനാഴത്തിൽ പഠിക്കുക, ഗവേഷണം നടത്തുക, അതിനെ പിന്തുടരുക. ഒരൊറ്റ ദിവസവും ഖുർആൻ നമ്മുടെ കണ്ണിലും കാതിലും കൽബിലും ചേരാതെ അവഗണിക്കല്ല നമ്മൾ. ഇതെന്നിടത്തോളൊന്നും നമ്മളുണ്ടാവില്ല. ജീവിത വ്യവഹാരങ്ങളിൽ നമ്മൾ ആ ഖുർആനെ ചേർത്തി വെക്കുക. ആ അള്ളാഹുവിന്റെ കലാമിന് നമ്മൾ സമയം അനുവദിക്കുക. അതാണ് വളരെ പ്രധാനം. മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കൊക്കെ ശമ്പളം വാങ്ങുന്നവരാണ് നമ്മിൽ പലരും. സമയമാണ് വളരെ പ്രധാനം. അള്ളാഹുവിന്റെ കലാമിന് സമയം അനുവദിക്കുക, എന്നിട്ട് ആ ഖുർആനെ നെഞ്ചേറ്റുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ എണ്ണി 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, ഖുർആനിനോട് നമുക്കൊക്കെയുള്ള ബാധ്യത. നമ്മൾ ഖുർആനിൽ വിശ്വസിക്കണം. അള്ളാന്റെ കലാം എന്നൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, നല്ല പക്ക വിശ്വാസമാണ്. 2, ആ ഖുർആൻ നമ്മൾ തഅലീം ചെയ്യണം, നന്നായി പഠിക്കണം. വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കുറച്ചു നേരമൊക്കെ അതിനുള്ളൊരു സമയം കൂടി നമ്മൾ കാണണ്ടായി. എന്നിട്ട് വൽ അമലു ബിഹി, അതനുസരിച്ച് നമ്മൾ അമല് ചെയ്യണം. തഹ്ഫീൽ അടുത്തതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരൽപ്പം നമ്മുടെ കൽബിൽ സൂക്ഷിക്കണം. ഖുർആനുള്ള മനസ്സായിട്ട് പോലും എന്തെല്ലാം നമ്മുടെ കൽബിൽ വരുന്നുണ്ട്. ആ ഖുർആനും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ച് നോക്കിയേ. പൊളിഞ്ഞ വീടിനോടാണ് അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനില്ലാത്ത കൽബിനെ, മനസ്സിനെ ഓർമ്മിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? തബ്ലീഗ്, ഈ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയുസ് തന്നത് അതിനുകൂടിയാണ്. നമ്മൾ നിലനിൽക്കാൻ അള്ള വെച്ച നിബന്ധന ബല്ലിഉ അന്നി വലൗ ബിആയ, ഒരായത്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അള്ളാന്റെ മുമ്പിൽ ചെന്ന് നമ്മളോട് ഇങ്ങനെ കണക്ക് ചോദിക്കുമ്പോ, എന്തിനായുസ് ചെലവഴിച്ചു നോക്കുമ്പോ, ഞാനൊരു ഖുർആനിന്റെ ഹാദിമായിരുന്നു റബ്ബേ എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? എന്നിട്ടായിരിക്കും നമ്മുടെ തിലാവത്ത് നടക്കേണ്ടത്. തിലാവത്ത് ഖുർആൻ ശരിക്ക് വായന എന്നല്ലട്ടോ അതിന് പറയാ, അതിന് വേറെ അർത്ഥമുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. തിലാവത്ത് നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? തദബ്ബുർ ഉണ്ടാവണം. ഖുർആനിനെ കുറിച്ച് നല്ല പോലെ നമ്മൾ ആലോചിക്കണം. ഇതാണ് നമ്മളുടെ പ്രതിരോധം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആര് എന്നതല്ല, നാളെ നമ്മൾ ആരാകണം, അതിനുള്ള പണിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആനിലൂടെ നമ്മൾ അറിയപ്പെടാൻ ശ്രമിക്കുക, ഖുർആൻ നല്ല വായിക്കുക. അങ്ങനെ റമളാനിനെ കാത്തിരിക്കുന്നവരായി പടച്ചോൻ നമ്മളെ കാണണം. വെറും നോക്കി നിൽക്കുന്നവരല്ല, റമളാനിനെ ആഗ്രഹപൂർവം കാത്തിരിക്കുന്നവരാണ്. പ്രാർത്ഥനയോടെ നീങ്ങണം. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, സക്കാത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. നമ്മൾ സാമ്പത്തിക കണക്കുകളൊക്കെ നോക്കുക, അതൊക്കെ നോക്കി വേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഇൻഷാ അല്ലാഹ് ഈ മാസം ഒരാഴ്ച കൂടി, വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിലായിരിക്കും. എല്ലാം ഒന്ന് മാനസികമായും ശാരീരികമായും
അള്ളാഹുവിന്റെ കലാമിനെ നെഞ്ചേറ്റുക. അതങ്ങോട്ട് നെഞ്ചിലേക്ക് കയറുമ്പോ അവിടെയുള്ള വേണ്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ ഒന്ന് നീക്കം ചെയ്യുക. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അവര് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, കടബാധ്യതകളുള്ള ആളുകളുണ്ട്, മറ്റ് മാനസികപരവും ശാരീരികപരവുമായ അസ്വസ്ഥതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എല്ലാ തരത്തിലുള്ള ശാരീരിക, സാമ്പത്തിക, മാനസികപരമായി, കുടുംബപരമായി അനുഭവിക്കുന്ന എല്ലാതരം അസ്വസ്ഥതകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിച്ച് ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അവരെയും നമ്മെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, വിട്ടുകൊടുത്ത് മാർത്തീകരിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് പടച്ചവൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോടൊന്നിച്ച് സന്തോഷത്തോടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا